ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയുള്ള കുട്ടികളിൽ ഇവരുടെ ഡയറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കരുത്, അല്ലെങ്കിൽ ഹൈ എനർജി, പ്രത്യേകിച്ച് ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എനർജി കൂടുന്ന തരത്തിലുള്ള ഫുഡ് കൊടുക്കരുത്. നമ്മുടെ പാരൻസിനെ സംബന്ധിച്ച് നമ്മൾ പാരൻസ് പിള്ളേരെ കഴിക്കട എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്ത് കൊടുക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ചില ഫാമിലികളിലൊക്കെ ഈ ഡോക്ടേഴ്സ് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കിനും അത് പാരൻസ്, അതായത് അവരുടെ ഗ്രാൻഡ് പാരൻസ് അത് കേൾക്കാതെ മറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഡയറ്റ് ഇതിൻ്റെ ഒരു ഭാഗമാണോ, ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ? ആക്ച്വലി ഓട്ടിസത്തിന് പ്രത്യേകിച്ച് ഡയറ്റ് ഇല്ല. പക്ഷേ ചില കുട്ടികളിൽ നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫുഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഓട്ടിസം സെപ്പറേറ്റ് ആയിട്ടില്ല. പിന്നെ ജനറൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ നമ്മളറിയാമല്ലോ, ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചോക്ലേറ്റ് കഴിച്ചാൽ നമ്മൾ അലർട്ടായിട്ടിരിക്കും. നമ്മളിപ്പോൾ കോഫി കുടിക്കുന്ന നമുക്ക് നമ്മുടെ അലർട്ട്നെസ് കൂട്ടും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കിപ്പോൾ പെപ്സി, കോക്ക് അങ്ങനെ പ്രത്യേകിച്ച് കമ്പനിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള പാക്കറ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ പരമാവധി ഉറങ്ങുന്നതിന് മുമ്പ് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ഒരു ചോക്ലേറ്റ് കഴിച്ചു, ഒരു കുഴപ്പമില്ല, വല്ലപ്പോഴും ചോക്ലേറ്റ് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പേരൻസ് ഇത് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ഡയറ്റ് പ്ലാൻസ്, പ്രത്യേകിച്ചുള്ള പ്രോഡക്ട്സ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. ഈ കമ്പനികൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ കയറി നോക്കി കഴിഞ്ഞാൽ GFCS ഡയറ്റിംഗ്, ഗ്ലൂട്ടിൻ കേസിൻ ഫ്രീ. അപ്പോൾ ചപ്പാത്തി കൊടുക്കാൻ പാടില്ല. ചപ്പാത്തി അവിടെ ചെയ്യുമ്പോൾ ഗ്രാൻഡ് ഫാദർ ചപ്പാത്തി കഴിക്കുന്ന ആളായിരിക്കാം, അല്ലെ അടുത്ത വീട്ടിൽ പപ്പടമോ ചപ്പാത്തി ഉണ്ടാക്കിയ ഉടനെ കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ കുട്ടീനെ ഒരു ബർത്ത്ഡേ പാർട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ചോക്ലേറ്റ് കഴിച്ചാൽ എൻ്റെ കുട്ടിക്ക് ഹൈപ്പറേറ്റീവ് ആവും എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനെ ഒരു സോഷ്യൽ പിയർ പ്രഷർ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത് ആക്ച്വലി. മനസ്സിലായി. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ഒരു റെസിഷനിലേക്ക് പോകണമെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ ഗൈഡൻസ് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല. അത് ആ കുട്ടിയുടെ ബിഹേവിയറിനെയും പേരൻ്റ് സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയും കൂട്ടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനെ നമ്മൾ ഒരിക്കലും ഓട്ടിസത്തിന് പ്രത്യേകിച്ചൊരു ഡയറ്റ് ഇല്ല. പക്ഷേ ജനറലി ഞാൻ പറഞ്ഞ പോലെ ജങ്ക് ഫുഡുകൾ, പാക്കറ്റായിട്ടുള്ള കാര്യങ്ങൾ, ചോക്ലേറ്റൊക്കെ രാത്രി സമയങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നല്ലതാണ്. അത് നമ്മുടെ പൊതുവെ നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കൂട്ടും. അത് ശരി തന്നെയാണ്. ഈ ഓട്ടിസം എന്നുള്ളൊരവസ്ഥയോ അല്ലെങ്കിൽ എന്തൊരവസ്ഥയോ ആയിക്കോട്ടെ, ആസ് എ പാരൻറ്റ്, ഒരു പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു മാനസിക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രോത്ത് നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പേരൻ്റ് ഈ കുട്ടിയുടെ അവസ്ഥയെ മനസ്സിലാക്കുക. അവസ്ഥയെ മനസ്സിലാക്കി നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഇപ്പം റെഗുലർ നോർമലായിട്ട് വളർന്നൊരു കുട്ടിക്കും പല പല രീതിയിലുള്ള ബിഹേവിയർ കൺസേൺസ് ഉണ്ടാവും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ പ്രധാനമായിട്ട് അക്സെപ്റ്റൻസ്, പേരൻറ്റിങ് സ്റ്റൈല്, അതായത് ഓവർ പാമ്പറിങ് പാടില്ല, പനിഷ്മെൻറ്റുകൾ, ഫിസിക്കലായിട്ട് അടിക്കുന്നത്, അങ്ങനത്തെ പനിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യണം. കുട്ടിയുടെ ജോയിൻറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരാൾ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കും, ഒരാൾ ഭയങ്കര ലിബറൽ ആയിരിക്കും. പാടില്ല. എല്ലാവരും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴും നമുക്ക് നോക്കുമ്പം ഗ്രാൻഡ് പേരൻസ് എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് അല്ല ചെയ്യുന്നത്, അവർ ഗ്രാൻഡ് പാരൻറ്റിങ് ചെയ്യും. അപ്പോൾ അവർക്ക് ദേ ഹാവ് ദ റൈറ്റ് ടു പാമ്പർ ദെയർ ഗ്രാൻഡ് സൺ. അപ്പോൾ അതവർ ചെയ്തോട്ടെ, പക്ഷേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മുടെ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതിനെ നമ്മളൊന്ന് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽസ് പറഞ്ഞേക്കുന്ന രീതിയിലുള്ള കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഞാൻ ചില കേസിലൊക്കെ ഇവർ പറയും ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല, അപ്പോൾ അവർ വീട് മാറി താമസിക്കുക. എന്നിട്ട് എന്താ സംഭവിച്ചാൽ ശനി ഞായറോടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചത്തേക്ക് അതിൻ്റെ ഹാങ് ഓവറാണ്. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പേരൻസ് ചിലർ നിസ്സഹായരായ പേരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ ഭയങ്കര നന്നായിട്ട് പേരൻറ്റിങ് ചെയ്യും, പക്ഷേ ഈ കുട്ടീനെ അവരുടെ ജോയിൻറ്റ് ഫാമിലി, അവരുടെ ഗ്രാൻഡ് പേരൻസോട് ചെന്ന് കഴിഞ്ഞാൽ 2-3 അല്ലെങ്കിൽ 1 മാസം അവധി സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തിരിച്ച് വരുന്നവരുണ്ട്. ചിലപ്പം അമ്മ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, അച്ഛൻ കുറച്ച് സമയമായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ അച്ഛൻ ഓവർ പാമ്പർ ചെയ്ത് കുട്ടിയുടെ ആ ബിഹേവിയറിനെ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ കുട്ടി ഭയങ്കരമായിട്ട് വാശി കാണിക്കും. അപ്പോൾ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് കരയും. അപ്പോൾ ഉടനെ ഗ്രാൻഡ് ഫാദർ പറയും, അച്ഛനോട് പറയും, നീ അവനെ ബൈക്കിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് വാ, ഒരു റൗണ്ട് പോയിട്ട് വാ. അപ്പോൾ അത് സ്ഥിരമായിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ അവനൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് അവൻ്റെ പ്രശ്നം മാറുന്നത്. പക്ഷെ അച്ഛൻ ലേറ്റായിട്ട് വരുമ്പോഴും എല്ലാ ദിവസവും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചില ബിഹേവിയറിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം.
അപ്പം ആ പേരൻറ്റിങ് ഒരു എന്താ പറയുക ഒരു എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് കൊണ്ടുപോകാം, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റും. ഓക്കെ.